ഹായ്. ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഉപകാരപ്രദമായിട്ടൊരു കാര്യമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഞാൻ എൻ്റെ ഡെയിലി ബ്ലോഗ് വീഡിയോയിലും എല്ലാം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ആ വീഡിയോ ഇപ്പോൾ എല്ലാവരും കാണണമെന്നില്ലല്ലോ. അപ്പം അത് കാണാത്തവർക്ക് ഇതൊരു പ്രയോജനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ മിക്സിയുടെ ജാറാണ്. മിക്സിയുടെ ജാറെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പച്ചക്കറി അരിയുന്നതൊക്കെ ഇതിനകത്താണ്. എന്നിട്ട് പിന്നെ എൻ്റെ മിക്സി വന്നിട്ട് പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയാണ് കേട്ടോ. അതിൻ്റെ ജാറാണിത്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ലാസ്റ്റ് ടൈം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് നമ്മുടെ മിക്സിയിൽ വെച്ച് നമുക്ക് അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബേസ് ഉണ്ട്. ഈ ബേസ് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് പച്ചക്കറി അരിയോ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ ജാറിനകത്താണ്. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ലാസ്റ്റ് മന്ത് വരെ ഇതിങ്ങനെ ഊരിയിട്ട് വാഷ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതിനകത്ത് മാവ് കുഴയ്ക്കുകയും പച്ചക്കറി അരിയൊക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങ് കഴുകാൻ വെള്ളത്തിലിടുമായിരുന്നു. അങ്ങനെ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ഈ സാധനം കേടായിപ്പോയായിരുന്നു. ഇത് പുതിയ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ആവുന്നില്ല, ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിത് സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇത് നിങ്ങൾ വെള്ളത്തിനകത്ത് ഇടാൻ പാടില്ല. ഇതിനകത്ത് ആൾറെഡി ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് വെള്ളത്തിനകത്ത് ഇടാൻ പാടില്ല എന്നൊക്കെ ഫുൾ ഇൻസ്ട്രക്ഷൻ ഇതിനകത്ത് തന്നെ അവർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അത് വായിച്ചിട്ടില്ലായിരുന്നു. സർവീസ് സെൻറ്ററുകാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനത് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനിത് വായിച്ചു നോക്കിയത്. ഇതിനകത്ത് വെള്ളം തൊടാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞത് പിന്നെ ഞാനിപ്പോൾ എപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജാറിനകത്തുനിന്ന് ഈ ബേസ് ഊരിയിട്ടാണ് ഞാൻ കഴുകാൻ ഇടുന്നത്. ഒരു പക്ഷേ ചില സമയത്ത് നമ്മളുണ്ടല്ലോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലോക്ക് ചെയ്തിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരാൻ ചിലപ്പോൾ ഇച്ചിരി കഷ്ടമായിരിക്കും. എന്നാൽ കൂടി നിങ്ങൾ വെള്ളത്തിലിടാതെ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഇതിനകം വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് ഞെടുക്കുക. ഇത് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല. ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് ഈ പ്രോബ്ലം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് അവൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ മിക്സിയുടെ ജാർ ഇതുപോലെ വർക്ക് ആവാതെ കുറേ ദിവസമായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കുക, ആക്ച്വലി ഇതാ പ്രോബ്ലം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് അതൊരു സമാധാനം, അയ്യോ ഇപ്പം എന്നാൽ എൻ്റെ ജാറിനും അത് തന്നെ പ്രോബ്ലം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ അത് കടയിൽ കൊണ്ടു കൊടുത്തിട്ട് അവൾക്ക് ഇതുപോലെ മാറ്റി കൊടുത്തു. അവളും ഞാൻ മേടിച്ച അതേ സെയിം കടയിൽ നിന്നാണ് മേടിച്ചത്. അങ്ങനെ അവൾ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഈ സാധനം മാറ്റിയൊക്കെ അവൾക്ക് വേറെ പുതുതാക്കി കൊടുത്തു. അപ്പോൾ ആക്ച്വലി ഇത് മേടിച്ചിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളായിരുന്നു. 2 വർഷം വരെ ഉള്ളായിരുന്നു ഇതിൻ്റെ വാറണ്ടി. അപ്പം എനിക്ക് ഈ ജനുവരിയിലാകുമ്പോൾ 2 വർഷം കഴിയും. അപ്പോൾ അതിന് മുന്നേ ഇത് സംഭവിച്ചതുകൊണ്ട് ഇവരിത് ഫ്രീ ആയിട്ട് തന്നു. 2 വർഷം കഴിഞ്ഞിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തരത്തില്ല എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, പിന്നെ ഇത് ഒരു പ്രാവശ്യം ഇത് ചെയ്തു തരും, ഇനി നെക്സ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും കൊണ്ട് ഫ്രീ സർവീസ് ഇല്ല എന്നുകൂടി പറഞ്ഞു. കാരണം വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ സാധനം തരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഇട്ട് തന്നത്. അപ്പോൾ ഞാൻ ഇത് എന്നിട്ട് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, കാരണം എൻ്റെ ഫ്രണ്ട് അവൾ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് അവൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് അവർക്കത് മനസ്സിലായി. പക്ഷേങ്കിൽ എല്ലാവരും എല്ലാ വീഡിയോ ഒരുപോലെ കാണണമെന്നില്ലല്ലോ. അപ്പം ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് അവർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പിന്നെ ഒരിക്കലും ഈ ജാറ് വെള്ളത്തിൽ ഇതും ചേർത്തിട്ട് കഴുകാനിടാതിരിക്കാനെ കൊണ്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ കഴുകാനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ സൈഡിൽ കൂടെ വെള്ളം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് വർക്കാവത്തില്ല. ഇത് വർക്കാവാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് അരിയാനോ മാവ് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുവരെ ടേക്ക് കെയർ, ബൈ.